ട്യൂഷന്റെ ജിയോഗ്രഫി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 2 ക്ലൈമാറ്റിക് റീജിയൻസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് എ ക്ലൈമാറ്റിക് റീജിയൻ? വാട്ട് ആർ ദ മേജർ ക്ലൈമാറ്റിക് റീജിയൻസ് ഓഫ് ദ വേൾഡ്? ക്ലൈമാറ്റിക് റീജിയൻ പറഞ്ഞാൽ എന്താണ്? വേൾഡിൽ വരുന്ന മേജർ ആയിട്ടുള്ള ക്ലൈമാറ്റിക് റീജിയൻസ് ഏതൊക്കെയാണ്? ഒരു ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറഞ്ഞാൽ സിമിലർ ക്ലൈമറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഏരിയാസ് ആണ്. അപ്പോൾ ലോകത്ത് വരുന്ന മേജർ ആയിട്ടുള്ള ക്ലൈമാറ്റിക് റീജിയൻസിൽ ചിലതാണ് തുണ്ട്ര, സാവന്ന, മൺസൂൺ, ഇക്വറ്റോറിയൽ, ഹോട്ട് ഡെസേർട്ട്, ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് എന്നിവയൊക്കെ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം നോക്കാം. ആൻസർ: എ ക്ലൈമാറ്റിക് റീജിയൻ ഈസ് an extensive geographical area in which similar climate characteristics are observed. Some of the major climatic regions of the world are Equatorial climatic region, Monsoon climatic region, Savanna climatic region, Hot desert, Temperate grasslands, Mediterranean climatic region, Taiga region, Tundra region. Question: explain the characteristics of Equatorial climatic region. Equatorial climatic region characteristics ne kurichittu explain cheyuka. ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് റീജിയൻ വന്നിട്ട് ഇക്വേറ്ററിന്റെ 10 ഡിഗ്രി നോർത്തും അതുപോലെ 10 ഡിഗ്രി സൗത്തിന്റെ ഇടയിലാണ് കിടക്കുന്നത്. ഈ ഒരു റീജിയനിൽ ഹൈ ടെമ്പറേച്ചറും അതുപോലെ തന്നെ ഹെവി റെയിൻഫോൾ ആണ് ത്രൂ ഔട്ട് ദ ഇയർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഈ ഒരു റീജിയനിൽ വന്നിട്ട് സൺറൈസ് വന്നിട്ട് ഓൾമോസ്റ്റ് വെർട്ടിക്കലായിട്ട് ഫോൾ ചെയ്യുന്നത് കൊണ്ട് അവിടുത്തെ ക്ലൈമറ്റ് പറയുന്നത് വളരെ ഹോട്ടാണ്. ഇവിടെ കാണപ്പെടുന്ന അബണ്ടൻ്റ് ആയിട്ട് കാണപ്പെടുന്നത് എവർഗ്രീൻ ഫോറസ്റ്റുകളാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഒന്നുകൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: The equatorial climatic region lies between 10 degree north and 10 degree south of the equator. This region experiences high temperatures and heavy rainfall throughout the year. The climate is hot because the sun's rays falls almost vertically all year round, leading to strong air convection and daily convectional rainfall, usually in the afternoons. Due to the consistent heat and moisture, evergreen forests are abundant in this region. Question: list the regions experiencing monsoon climate. Monsoon climate experience ചെയ്യുന്ന regions ലിസ്റ്റ് ചെയ്യുക. മൺസൂൺ ക്ലൈമറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന റീജിയൻസ് എന്ന് പറയുന്നത് നോർത്തേൺ ഓസ്ട്രേലിയ, ഈസ്റ്റ് ഏഷ്യ, വെസ്റ്റ് ആഫ്രിക്ക, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: ദ റീജിയൻസ് എക്സ്പീരിയൻസിങ് മൺസൂൺ ക്ലൈമറ്റ് ആർ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ഈസ്റ്റ് ഏഷ്യ, വെസ്റ്റ് ആഫ്രിക്ക, നോർത്തേൺ ഓസ്ട്രേലിയ. ക്വസ്റ്റ്യൻ: വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ? മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചിട്ട് വിശദീകരിക്കാം. മൺസൂൺ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ലോങ് ആയിട്ടുള്ള ഹ്യൂമിഡ് സമ്മേഴ്സും അതുപോലെ ഷോർട്ട് ആയിട്ടുള്ള ഡ്രൈ വിന്റേഴ്സും ആണ്. കോസ്റ്റൽ ഏരിയാസിൽ വന്നിട്ട് ഡേയിലും അതുപോലെ നൈറ്റിലും വരുന്ന ടെമ്പറേച്ചറിൻ്റെ ഡിഫറൻസ് വളരെ ലോ ആയിരിക്കും. അതേസമയം ഇൻലാൻഡ് ഏരിയാസിൽ അത് വളരെ ഹൈ ആണ്. ഇവിടെ വന്നിട്ട് ഈ ഒരു റീജിയനിൽ വന്നിട്ട് ഹൈ ടെമ്പറേച്ചറും അതുപോലെ റെയിൻഫോൾ ആണ് അനുഭവപ്പെടുന്നത്. ഇവിടെ എവർഗ്രീൻ ഫോറസ്റ്റും അതുപോലെ തന്നെ ഡെസിഡസ് ട്രീസും ആണ് കോമൺ ആയിട്ട് കാണപ്പെടുന്നത്. ഈ ഒരു ഫോറസ്റ്റിന് നമ്മൾ ട്രോപ്പിക്കൽ ഡെസിഡിയസ് അല്ലെങ്കിൽ മൺസൂൺ ഫോറസ്റ്റ് എന്നും വിളിക്കാറുണ്ട്. ഈ ഒരു റീജിയൻസിൽ മെയിനായിട്ട് കാണപ്പെടുന്ന ക്രോപ്സ് പറയുന്നത് റൈസ്, ടീ, കോഫി, ഷുഗർ കെയിൻ, ജൂട്ട് എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഒന്നുകൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: Monsoon climate has long humid summers and short dry winters. The difference between day and night temperatures is low near the coast but high in inland areas. Rainfall varies from 50 cm to over 1000 cm depending on landforms, wind and distance from the sea. High temperature and rainfall help dense forests grow in this region. Both evergreen and deciduous trees grow here, but deciduous trees are more common. These forests are called tropical deciduous or monsoon forests and have different tree types based on rainfall.
Monsoon regions have many people and grow important crops like rice, sugarcane, jute, cotton, tea and coffee. Question: does conventional rainfall occur in the monsoon climatic region? മൺസൂൺ ക്ലൈമറ്റിക് റീജിയനിൽ കൺവെൻഷണൽ റെയിൻഫാൾ നടക്കുന്നുണ്ടോ? ഇപ്പോൾ മൺസൂൺ ക്ലൈമറ്റിക് റീജിയനിൽ കൺവെൻഷണൽ റെയിൻഫാൾ തീർച്ചയായിട്ടും നടക്കുന്നുണ്ട്. കാരണം ലാൻഡ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് സണ്ണ് വന്നിട്ട് ലാൻഡ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള എയർ, വാം എയർ മേലോട്ട് റൈസ് ചെയ്യുകയും അത് മഴയായിട്ട് താഴോട്ട് വരികയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു റീജിയനിലുള്ള മോസ്റ്റ് ഓഫ് ദ റെയിനും വന്നിട്ട് ഓഷ്യനിൽ നിന്നും ബ്ലോ ചെയ്ത് വരുന്ന മോയിസ്റ്റ് വിൻഡ്സ് കാരണമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു റീജിയനിൽ കൺവെൻഷണൽ റെയിൻഫാളും ഉണ്ട്, അതേസമയം ഓഷ്യനിൽ നിന്ന് വരുന്ന മോയിസ്റ്റ് വിൻഡ് മൂലം റെയിൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: യെസ്, conventional rainfall happens in the monsoon region. When the sun heats the land, warm air rises and makes rain, often in the afternoon. But most rain in the monsoon comes from moist winds blowing from the ocean. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ക്വസ്റ്റ്യൻ: എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സാവന്ന ക്ലൈമാറ്റിക് റീജിയൻ. സാവന്ന ക്ലൈമാറ്റിക് റീജിയനിലെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇപ്പോൾ സാവന്നാസ് പറഞ്ഞാൽ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സ് ആണ്. ഇത് ഇക്വേറ്ററിന്റെ 10 ഡിഗ്രി നോർത്തും അതുപോലെ 30 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഹോട്ട് വെറ്റ് സമ്മേഴ്സും അതുപോലെ തന്നെ കൂൾ ഡ്രൈ വിൻഡോസ് ആണ്. അപ്പോൾ ഇവിടെ റെയിൻഫോൾ വളരെ ലോ ആണ്. ഇവിടെ കാണപ്പെടുന്ന വെജിറ്റേഷൻ പറയുന്നത് ടോൾ ഗ്രാസസും അതുപോലെ ലീവ്സ് ഒക്കെ ഷെഡ് ചെയ്തിട്ടുള്ള ട്രീസ് ഒക്കെയാണ്. ഇപ്പോൾ സാവന്നാസിൽ ജീവിക്കുന്ന മെയിൻ ആയിട്ടുള്ള വൈൽഡ് അനിമൽസ് എന്ന് പറയുന്നത് ജിറാഫ്, സീബ്ര, ലയൺ, ടൈഗേഴ്സ് എന്നിവയൊക്കെയാണ്. ഇവിടെ കോട്ടനും അതുപോലെ കോഫിയൊക്കെയാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഒന്നും കൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: savannas are tropical grasslands found between 10 degree and 30 degree latitude, north and south of the equator. They have hot, wet summers and cool, dry winters. Annual rainfall is between 25 centimeter and 125 centimeter. The average temperature ranges from 21 degrees Celsius to 32 degrees Celsius. Vegetation includes tall grasses and trees that shed leaves in dry seasons. Wild animals like giraffes, zebras, lions, and tigers live in savannas. Farming uses less water because rainfall is low. People also raise animals for a living. Cash crops like cotton in Sudan and coffee in Brazil are grown in savanna regions. Question: list the countries in which tropical grasslands are found. ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡ്സ് കാണപ്പെടുന്ന കൺട്രീസിനെ ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡ്സ് മെയിനായിട്ട് 3 കൺട്രീസിലാണ് കാണപ്പെടുന്നത്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ, ആഫ്രിക്ക എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: ദ കൺട്രീസ് ഇൻ വിച്ച് ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡ്സ് ആർ ഫൗണ്ട്: ആഫ്രിക്ക, സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ. ക്വസ്റ്റ്യൻ: എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹോട്ട് ഡെസേർട്സ്. ഹോട്ട് ഡെസേർട്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഹോട്ട് ഡെസേർട്സ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ റെയിൻഫാൾ കിട്ടുന്ന റീജിയൻസുകളാണ്. ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് വളരെയധികം ഹോട്ടാണ്. കാരണം അവിടെ രേഖപ്പെടുത്തുന്ന ഏവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഹോട്ട് ഡെസേർട്സിലുള്ള ഡേയ്സ് പറയുന്നത് വളരെ ഹോട്ടും അതേസമയം നൈറ്റ്സ് പറയുന്നത് കുറച്ച് കൂളറും ആണ്. ഇവിടെ കാണപ്പെടുന്ന മെയിനായിട്ടുള്ള പ്ലാന്റ്സ് എന്ന് പറയുന്നത് കാക്ടസും പാംസൊക്കെയാണ്. ഇവിടുത്തെ ജനങ്ങളുടെ മെയിൻ ഓക്യുപ്പേഷൻ എന്ന് പറയുന്നത് ഫാമിങ്ങും അനിമൽ റേസിങ്ങും അതുപോലെ തന്നെ വാല്യുബിൾ മിനറൽസ് മൈനിങ് ഒക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്കൊന്നും കൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: ഹോട്ട് ഡെസേർട്സ് ആർ റീജിയൻസ് വിത്ത് വെരി ലിറ്റിൽ റെയിൻഫോൾ. Tropical deserts are very hot with average temperatures around 30 degrees Celsius. The hottest temperature recorded was 58 degrees Celsius in the Sahara Desert. Days are very hot, but nights can be much cooler. Deserts get very little rain, sometimes less than 25 centimeter a year.
Most hot deserts are on the west sides of continents because winds lose moisture crossing the land. Plants like cactus and palms grow here, and water sports called oases exist. Few people live in deserts, but some groups, like the Bushmen, survive there. People in deserts farm, raise animals, and mine valuable minerals like gold, copper, and oil. Question. List the continents where hot deserts are located. ഹോട്ട് ഡെസേർട്സ് ലൊക്കേറ്റ് ചെയ്യുന്ന കോണ്ടിനെൻസിനെ ലിസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഹോട്ട് ഡെസേർട്സ് മെയിനായിട്ട് നമുക്ക് കാണപ്പെടുന്നത് 5 സ്ഥലങ്ങളിലാണ്. അതായത് ആഫ്രിക്ക, സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക, ഓസ്ട്രേലിയ, ഏഷ്യ എന്നിവിടങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: ഹോട്ട് ഡെസേർട്സ് ആർ ലൊക്കേറ്റഡ് ഓൺ ദ ഫോളോയിങ് കോണ്ടിനെൻറ്റ്സ്: ആഫ്രിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക. Question. List the animals found in hot deserts. ഹോട്ട് ഡെസേർട്സിൽ കാണപ്പെടുന്ന അനിമൽസിനെ ലിസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഹോട്ട് ഡെസേർട്സിൽ കാണപ്പെടുന്ന കോമൺ ആയിട്ടുള്ള അനിമൽസ് എന്ന് പറയുന്നത് ക്യാമൽ, സ്കോർപിയോ, റാറ്റിൽ സ്നേക്ക്, ഡെസേർട്ട് ലിസാർഡ് എന്നിവയൊക്കെയാണ്. ഈ അനിമൽസിനൊക്കെ എത്ര ഹീറ്റ് ആണെങ്കിലും അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. അതുപോലെ അവർക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്കിങ്ങനെ ഒന്നുകൂടി വിശദീകരിച്ച് എഴുതാൻ നോക്കാം. Answer. Animals commonly found in hot deserts: camel, fennec fox, desert lizard, rattlesnake, scorpion, roadrunner, etc. These animals are adapted to survive in extreme heat and with very little water. Question. Explain the characteristics of Mediterranean climatic region. മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇപ്പോൾ മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയനിൽ വന്നിട്ട് ഹോട്ട് ഡ്രൈ സമ്മേഴ്സും കൂൾ വെറ്റ് വിൻറ്റേഴ്സാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് തിക്കായിട്ടുള്ള ഫോറസ്റ്റ് നമുക്ക് കാണാൻ കഴിയില്ല. പകരം ഓക്ക്, പൈന്, ഫിർ, ഷ്രബ്സ് ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടുത്തെ ജനങ്ങൾ വന്നിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും പൾസസ് ഒക്കെയാണ് മെയിനായിട്ട് ഗ്രോ ചെയ്യുന്നത്. ഈ ഒരു റീജിയനെ മെയിനായിട്ട് അറിയപ്പെടുന്നത് വൈനും അതുപോലെ സിട്രസ് ഫ്രൂട്ടിനാണ്. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റ് മെഡിറ്ററേനിയൻ സീൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിലാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഒന്നും കൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: Mediterranean climatic region has hot, dry summers and cool, wet winters. Summer temperature is about 20 to 25 degree and winter is around 10 to 16 degrees Celsius. It gets 30 to 75 centimeter of rain in winter, which helps grow crops. This climate is found near Mediterranean Sea and in other places between 30 degree and 45 degree latitudes. Westerly winds bring rain in winter. There are no thick forests but oak, pine, fir and shrubs grow here. People grow fruits, vegetables, grains and pulses. This region is known for wine and citrus fruits and is important for farming and trade. ഹൈസ്കൂളിൽ അക്കാഡമിക് എക്സലൻസിന് തയ്യാറാവുന്ന സ്റ്റുഡൻസിന് ഒരു സന്തോഷ വാർത്ത. ടോപ്പ് ട്യൂഷൻ്റെ എക്സ്പീരിയൻസ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് എക്സെപ്ഷണൽ അക്കാഡമിക് കോച്ചിങ് നൽകുന്നു. റെഗുലർ ക്ലാസ്സസിന് പുറമെയുള്ള ടോപ്പ് ട്യൂഷൻ്റെ വീഡിയോ നോട്ട്സും റെഗുലർ ടെസ്റ്റുകളും നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ സ്മോൾ ബാച്ച് സൈസ് സ്റ്റുഡൻസിന് ഇൻഡിവിജ്വൽ അറ്റൻഷൻ എൻഷുർ ചെയ്യുന്നു. ടോപ്പ് ട്യൂഷന്റെ എക്സാം റിവിഷനിലൂടെയും എക്സാം പ്രിപ്പറേഷനിലൂടെയും ഉയർന്ന മാർക്കുകൾ സ്കോർ ചെയ്യാം. നിങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് ജോയിൻ ചെയ്യുവാൻ ഇന്ന് തന്നെ വിളിക്കുക 8006066363. Question. List the areas included in the Mediterranean climatic region. മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഏരിയാസ് ലിസ്റ്റ് ചെയ്യുക. മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയനിൽ ഇൻക്ലൂഡ് ചെയ്ത മെയിനായിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റേൺ സൗത്ത് ആഫ്രിക്ക, അതുപോലെ കാലിഫോർണിയ, നോർത്ത് ആഫ്രിക്ക, സദേൺ യൂറോപ്പ്, വെസ്റ്റേൺ ഏഷ്യ എന്നിവിടങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്കൊന്നും കൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: ഏരിയാസ് ഇൻക്ലൂഡഡ് ഇൻ ദ മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ ആർ സദേൺ യൂറോപ്പ്, നോർത്ത് ആഫ്രിക്ക, വെസ്റ്റേൺ ഏഷ്യ, കാലിഫോർണിയ that is in USA, Central Chile, Southwestern South Africa. Question. List the continents where grasslands are located along with the names of those grasslands.
ഗ്രാസ് ലാൻഡ്സ് ലൊക്കേറ്റ് ചെയ്ത കോണ്ടിനെന്റ്സും അതോടൊപ്പം ആ ഗ്രാസ് ലാൻഡ്സിന്റെ നെയിമും ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ ഗ്രാസ് ലാൻഡ്സ് കാണപ്പെടുന്ന കോണ്ടിനെന്റ്സ് പറയുന്നത് നോർത്ത് അമേരിക്കയാണ്. അവിടുത്തെ ഗ്രാസ് ലാൻഡിന്റെ പേര് പ്രയറീസ് എന്നാണ്. അതേസമയം ഓസ്ട്രേലിയ കോണ്ടിനെന്റിൽ കാണപ്പെടുന്ന ഗ്രാസ് ലാൻഡ് വന്നിട്ട് ഡൗൺസ് ആണ്. പിന്നെ ആഫ്രിക്കയിൽ വെൽഡ്, അതുപോലെ സൗത്ത് അമേരിക്കയിലത്തെ പമ്പാസ്, യുറേഷ്യയിലത്തെ സ്റ്റെപ്പസ് ഒക്കെയാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. The continents where grasslands are found along with the names of those grasslands are North America, prairies, South America, pampas, Eurasia, that is Europe and Asia, steppes, Africa, veld, Australia, downs. Question: what are the features of temperate grasslands? Temperate grasslands in the features എന്തൊക്കെയാണ്? അപ്പോൾ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് വന്നിട്ട് സദേൺ ഹെമിസ്ഫിയറിലും അതുപോലെ തന്നെ നോർത്തേൺ ഹെമിസ്ഫിയറിലെ 40 ഡിഗ്രിയും 50 ഡിഗ്രിയും ലാറ്റിറ്റ്യൂഡിൽ ഇടയിൽ കിടക്കുന്ന റീജിയൻസ് ആണ്. അപ്പോൾ ഇവിടെ ഷോർട്ട് സമ്മേഴ്സും അതുപോലെ ലോങ് വിൻഡോസ് ആണ് മെയിനായിട്ട് അനുഭവപ്പെടുന്നത്. റെയിൻഫോൾ പറയുന്നത് വളരെ കുറവാണ്. ഇവിടുത്തെ ജനങ്ങൾ വന്നിട്ട് അവരുടെ മെയിൻ ഓക്യുപ്പേഷനായിട്ട് കണക്കാക്കപ്പെടുന്നത് ആനിമൽ റേസിംഗ് ആണ്. അതുപോലെ കുറേ ആൾക്കാർ ഷെപ്പേർഡ്സ് ആയിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്കൊന്നുകൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ ബോത്ത് ഹെമിസ്ഫിയേഴ്സ് അറ്റ് ലാറ്റിറ്റ്യൂഡ്സ് ബിറ്റ്വീൻ 40 degree and 50 degree. Temperate grasslands are found in many parts of the world with similar climates. They have short summers and long winters. Summers are hot because they are inside continents. Winter temperature ranges from 2 degrees Celsius to 13 degrees Celsius. Rainfall is low, between 25 cm and 60 cm. Few trees grow, but many types of grass are found. Most people raise animals and work as shepherds. Many grasslands are now used for farming with machines. Question: explain the features of taiga region. Taiga region features-ne കുറിച്ചിട്ട് explain ചെയ്യുക. ഇപ്പോൾ ടൈഗ റീജിയൻ പറയുന്നത് വളരെ കോൾഡ് ആയിട്ടുള്ള ഒരു റീജിയൻ ആണ്. ഇത് വന്നിട്ട് 50 ഡിഗ്രിയും 70 ഡിഗ്രിയും നോർത്ത് ലാറ്റിറ്റ്യൂഡാണ് ലൈ ചെയ്ത് കിടക്കുന്നത്. ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് സമ്മേഴ്സും ലോങ് വിന്റേഴ്സും ആണ്. വിന്ററിൽ വന്നിട്ട് സ്നോ ആയിട്ടാണ് റെയിന് ഫോൾ ചെയ്യുന്നത്. ഇവിടെ കാണപ്പെടുന്ന മെയിൻ വെജിറ്റേഷൻ എന്ന് പറയുന്നത് എവർഗ്രീൻ കോൺഫറസ് ട്രീസുകളാണ്. അപ്പോൾ ഈ റീജിയനെ ടൈഗ എന്ന് വിളിക്കാൻ കാരണം ഈ ടൈഗന്റെ അർത്ഥം റഷ്യനിൽ വന്നിട്ട് കോൺഫറസ് ഫോറസ്റ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്കൊന്നുകൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: ദിസ് ഈസ് എ കോൾഡ് റീജിയൻ ഫൗണ്ട് ബിറ്റ്വീൻ 50 degree and 70 degree north latitude. It has short summers and long winters. Summer temperatures are 50 degrees Celsius to 20 degrees Celsius. Winter temperatures can drop to -13 degrees Celsius to -5 degrees Celsius. The region gets 50 to 70 centimeters of rain each year. In winter, rain falls as snow. It is mostly covered with evergreen coniferous trees like pine, fir, and spruce. The region is called taiga, which means coniferous forest in Russian. Question: list the continents where taiga region is located. Taiga region locate ചെയ്തിരിക്കുന്ന കോണ്ടിനെന്റ്സിനെ ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ ടൈഗ റീജിയൻ നമുക്ക് മെയിനായി കാണപ്പെടുന്നത് 3 കോണ്ടിനെന്റ്സിലാണ്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നോർത്ത് അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്കൊന്നും കൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: ദ ടൈഗ റീജിയൻ ഈസ് ലൊക്കേറ്റഡ് ഇൻ ദീസ് കോണ്ടിനെന്റ്സ്: നോർത്ത് അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ. ക്വസ്റ്റ്യൻ: എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് തുൻഡ്ര റീജിയൻ. തുൻഡ്ര റീജിയൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ടുൻഡ്ര റീജിയൻ പറയുന്നത് വളരെ കോൾഡ് ആയിട്ടുള്ള റീജിയൻ ആണ്. ഇത് മെയിനായിട്ട് ലൈ ചെയ്തിരിക്കുന്നത് അലാസ്ക, കാനഡ, ഗ്രീൻലാൻഡിലൊക്കെയുള്ള ആർട്ടിക് സർക്കിളിൻ്റെ നോർത്തിലായിട്ടാണ്. ഇവിടുത്തെ വിന്റർ ടെമ്പറേച്ചർ പറയുന്നത് വളരെ ലോ ആണ്. അതുപോലെ സമ്മർ ടെമ്പറേച്ചർ പറയുന്നത് അബൌട്ട് 10 degree Celsius ആണ് വരുന്നത്. ഇവിടെയുള്ള നേറ്റീവ് പീപ്പിൾസ് എന്ന് പറയുന്നത് എസ്കിമോസും ലാപ്പാസ് ആണ്. ഇവരൊരു സെമി നൊമാഡിക് ലൈഫാണ് അവിടെ ലീവ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു റീജിയൻസിൽ വന്നിട്ട് ഹ്യൂമൻ ആക്ടിവിറ്റി പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഒന്നുകൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: ദ തുൻഡ്ര ഈസ് എ വെരി കോൾഡ് റീജിയൻ north of the Arctic Circle in Alaska, Canada, Greenland, and parts of Europe and Asia.
Winter temperatures are extremely low, from minus 25 degrees Celsius to minus 40 degrees Celsius. Summer temperatures rise up to about 10 degrees Celsius. Most of the precipitation is snow. Very few plants grow here because of the harsh cold. Plants grow only in summer. Short shrubs and mosses are the main types of plants. Native people like the Eskimo and Lapas live a semi-nomadic life here. The Arctic regions have little human activity and scientists study them for future possibilities. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. Question: List the activities that cause climate change. Climate change ഉണ്ടാവാൻ കാരണമാകുന്ന ആക്ടിവിറ്റീസിനെ ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവാൻ കാരണമുള്ള ആക്ടിവിറ്റീസിൽ ചിലതാണ് ഡീഫോറസ്റ്റേഷൻ, പൊല്യൂഷൻ, വോൾക്കാനിക് ഇറപ്ഷൻ, ഓയിൽ മൈനിങ് എന്നിവയൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമുക്കിങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: The activities that cause climate change are deforestation, oil mining, industrialization, volcanic eruption, ocean currents, pollution. Question: How does climate change affect human life? Climate change എങ്ങനെയാണ് ഹ്യൂമൻ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നത്? അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് വന്നിട്ട് ഹ്യൂമൻ ലൈഫിനെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് മൂലം വെള്ളപ്പൊക്കവും ഡ്രൗട്ടും സ്ട്രോമും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുമൂലം പീപ്പിൾസിനൊക്കെ പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ സീ ലെവൽ റൈസ് ചെയ്യുകയും അതുപോലെ ഹോംസ് ഒക്കെ ഫ്ലഡിൽ പോവുകയും ചെയ്യും. കുറേ പേരുടെ ജോലി നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ അവരുടെ വീടുകളും റോഡുകളൊക്കെ ഡാമേജ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്കൊന്നുകൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: Climate change affects human life in many ways. More floods, droughts and storms. People can get sick more easily. Crops may not grow well, so there is less food. Clean water may become hard to find. Sea levels rise and flood homes. Some people may lose their jobs. Houses and roads can get damaged. People may need to move to safer places. Question: How does the climate change affect climatic regions? Climate change എങ്ങനെയാണ് ക്ലൈമാറ്റിക് റീജിയൻസിനെ എഫക്റ്റ് ചെയ്യുന്നത്? അപ്പോൾ ക്ലൈമറ്റ് റീജിയൻസിനെയും ക്ലൈമാറ്റിക് ചേഞ്ച് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ രീതിയിലാണെന്ന് വെച്ചാൽ അവർ ടെമ്പറേച്ചർ, റെയിൻഫോള്, ഓരോ റീജിയനിലെ ലൈഫൊക്കെ ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇക്വറ്റോറിയൽ റീജിയൻ എടുക്കുകയാണെങ്കിൽ അവിടെ ഹീറ്റ് കൂടുകയും ഹെവി റെയിൻഫാൾ ഉണ്ടാവുകയും ചെയ്യും. അത് വന്നിട്ട് അവിടെയുള്ള ഫോറസ്റ്റിനെ അത് എഫക്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഡെസേർട്ട് എടുക്കുകയാണെങ്കിൽ ചൂട് കൂടുകയും ആ ഒരു ഏരിയ വളരെ ഡ്രയർ ആവുകയും ചെയ്യുന്നു. പിന്നെ മൺസൂൺ എടുക്കുകയാണെങ്കിൽ റെയിൻഫോൾ വന്നിട്ട് ഇറഗുലർ ആകും. അതുപോലെ ഗ്രാസ് ലാൻഡ്സിൽ വന്നിട്ട് കുറച്ച് മഴ കിട്ടുന്നത് പോലെ ഫാമിംഗ് ഒക്കെ എഫക്റ്റ് ആവുന്നുണ്ട്. പിന്നെ ടൈഗയും ടുണ്ട്രയിൽ എടുക്കുകയാണെങ്കിൽ വാമർ വിൻറ്റേഴ്സ് വന്നിട്ട് ട്രീസിനെയും വൈൽഡ് ലൈഫിനെയൊക്കെ ഹാം ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്കൊന്നുകൂടി വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: Climate change changes temperature, rainfall and life in all regions. Equatorial: more heat and heavy rainfall may affect forest. Deserts: hotter and drier, deserts may grow larger. Monsoon: rainfall becomes irregular, floods and droughts may increase. Grasslands: less rain can reduce farming and dry the soil. Taiga: warmer winters can harm trees and wildlife. Tundra: ice melts, animals lose their natural home. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് fill in the blanks name the following type ക്വസ്റ്റ്യൻസുകളാണ്. Question: Dash are the seasonal reversal of wind system. Wind സിസ്റ്റത്തിൻ്റെ സീസണൽ റിവേഴ്സലിന് എന്താണ് പറയാം? ആൻസർ: മൺസൂൺസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: Dash also known as tropical deciduous forest. എന്തിനെയാണ് ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ് എന്നും അറിയപ്പെടുന്നത്? ആൻസർ: മൺസൂൺ ഫോറസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: Dash is an indigenous tribe of the African savanna. ആഫ്രിക്കൻ സാവന്നയിൽ വരുന്ന ഇൻഡിജീനിയസ് ട്രൈബ് ഏതാണ്? ആൻസർ: മസായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: Deciduous trees and tall grasses are the dominant vegetation of Dash region. ഏത് റീജിയനിലുള്ള ഡൊമിനന്റ് വെജിറ്റേഷൻ ആണ് ഡെസിഡിയസ് ട്രീസും ടോൾ ഗ്രാസസും? ആൻസർ: സാവന്ന ക്ലൈമാറ്റിക് റീജിയൻ. ക്വസ്റ്റ്യൻ: Dash have hot and humid summers and cool and dry winters.
ഏത് റീജിയനിലാണ് ഹോട്ടും ഹ്യൂമിഡ് സമ്മേഴ്സും അതുപോലെ കൂളും ഡ്രൈയും വിന്റേഴ്സും അനുഭവപ്പെടുന്നത്? ആൻസർ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ആർ റീജിയൻസ് വിത്ത് വെരി ലിറ്റിൽ റെയിൻഫോൾ. വളരെ കുറച്ച് റെയിൻഫോൾ കിട്ടുന്ന റീജിയൻസ് ഏതാണ്? ആൻസർ ഹോട്ട് ഡെസേർട്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ആർ ദ ഹോട്ടസ്റ്റ് റീജിയൻസ് വിത്ത് an ആവറേജ് ആനുവൽ ടെമ്പറേച്ചർ ഓഫ് 30 ഡിഗ്രി സെൽഷ്യസ്. ആവറേജ് ആനുവൽ ടെമ്പറേച്ചർ ആയ 30 ഡിഗ്രി സെൽഷ്യസ് കിട്ടുന്ന ഹോട്ടസ്റ്റ് റീജിയൻ ഏതാണ്? ആൻസർ ട്രോപ്പിക്കൽ ഡെസേർട്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The dash are an example for indigenous tribal communities in hot deserts. ഹോട്ട് ഡെസേർട്സിൽ കാണപ്പെടുന്ന ഇൻഡിജീനിയസ് ട്രൈബൽ കമ്മ്യൂണിറ്റീസിന്റെ ഒരു എക്സാമ്പിൾ എന്താണ്? ആൻസർ ബുഷ്മാൻ ഓഫ് കലഹരി ഡെസേർട്ട്. ക്വസ്റ്റ്യൻ. ഡാഷ് ആൻഡ് ഡാഷ് ആർ എക്സാമ്പിൾസ് ഫോർ ദ പ്രസൻസ് ഓഫ് എക്കണോമിക്കലി വാല്യുബിൾ മിനറൽസ് ഇൻ ഡെസേർട്സ്. ഡെസേർട്സിനകത്ത് എക്കണോമിക്കലി വാല്യുബിൾ ആയിട്ടുള്ള മിനറൽസിന്റെ പ്രസൻസ് ഉണ്ട് എന്ന് തെളിയിക്കുന്ന 2 എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ആൻസർ ഗോൾഡ് മൈനിങ് ഇൻ ഓസ്ട്രേലിയ ആൻഡ് കോപ്പർ ഇൻ അറ്റഗാമ ഡെസേർട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ആർ റെസ്പോൺസിബിൾ ഫോർ വിന്റർ റെയിൻഫോൾ ഇൻ ദ മെഡിറ്ററേനിയൻ റീജിയൻ. മെഡിറ്ററേനിയൻ റീജിയനിൽ വിന്റർ റെയിൻഫോളിന്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള എന്ത്? ആൻസർ വെസ്റ്റർലീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The dash countries are the world's leading producers of wine. വേൾഡിൽ ഏറ്റവും ലീഡായി നിൽക്കുന്ന വൈൻ പ്രൊഡ്യൂസേഴ്സ് ഏത് കൺട്രീസിലാണ്? ആൻസർ മെഡിറ്ററേനിയൻ കൺട്രീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ആൻഡ് ഡാഷ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്. ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണ്? ആൻസർ ഷോർട്ട് സമ്മേഴ്സ് ആൻഡ് ലോങ് വിന്റേഴ്സ്. ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് നോൺ ആസ് ദ ഗ്രാനറി ഓഫ് ദ വേൾഡ്. ഗ്രാനറി ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ പ്രയറി, ദ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് ഓഫ് നോർത്ത് അമേരിക്ക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് ദ റഷ്യൻ വേർഡ് ഫോർ കോൺഫറസ് ട്രീസ്. കോൺഫറസ് ട്രീസിന് റഷ്യൻ വേർഡ് എന്താണ്? ആൻസർ ടൈഗ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Coniferous trees such as pine, fir and spruce are the main vegetation type of dash region. ഏത് റീജിയനിലെ മെയിൻ വെജിറ്റേഷൻ ടൈപ്പ് ആണ് പൈൻ, ഫിർ, സ്പ്രൂസ് പോലത്തെ കോൺഫറസ് ട്രീസ്? ആൻസർ ടൈഗ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ആൻഡ് ഡാഷ് ആർ എമംഗ് ദ കൺട്രീസ് മോസ്റ്റ് എഫക്റ്റഡ് ബൈ ദ ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച്. ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് മൂലം എഫക്റ്റ് ചെയ്ത കൺട്രീസ് ഏതൊക്കെയാണ്? ആൻസർ the mountain country of Nepal and the island nation of Maldives. Question. Dash glaciers are melting at a rate of 12 to 20 meters. ഏത് ഗ്ലേഷ്യേഴ്സ് ആണ് 12 മുതൽ 20 മീറ്റേഴ്സ് റേറ്റിൽ മെൽറ്റ് ചെയ്യുന്നത്? ആൻസർ ഹിമാലയൻ ഗ്ലേഷ്യേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഇസ് ദ ലോങ് ടേം ഷിഫ്റ്റ് ഇൻ എലമെന്റ്സ് ഓഫ് ക്ലൈമറ്റ്. ക്ലൈമറ്റിന്റെ എലമെന്റ്സിൽ വരുന്ന ലോങ് ടേം ഷിഫ്റ്റിനെ എന്താണ് പറയുന്നത്? ആൻസർ ക്ലൈമറ്റ് ചേഞ്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ആൻഡ് ഡാഷ് ആർ എക്സാമ്പിൾസ് ഓഫ് എർത്ത്സ് നാച്ചുറൽ ക്ലൈമറ്റ് ചേഞ്ച്. എർത്തിലെ നാച്ചുറൽ ക്ലൈമറ്റ് ചേഞ്ചിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ആൻസർ ഐസ് ഏജസ് ആൻഡ് ഇന്റർ ഗ്ലേഷ്യൽ പീരീഡ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലൈമറ്റ് ചേഞ്ച് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 കാറ്റഗറീസ് ആസ് ഡാഷ് ആൻഡ് ഡാഷ്. ക്ലൈമറ്റ് ചേഞ്ചിനെ 2 കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? ആൻസർ നാച്ചുറൽ ആൻഡ് ആന്ത്രപ്പോജനിക്. പാലക്കാട് നിവാസികളെ, ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.